ഹലോ മക്രോണീസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് എത്ര കഴിച്ചാലും പൂതി മാറാത്ത ഒരു അടിപൊളി ചിക്കൻ പൊരിച്ചതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. പുറമെ നല്ല ക്രിസ്പി, ഉള്ള നല്ല സോഫ്റ്റ് ഉള്ള ഈ ഒരു അടിപൊളി റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഞാനതവിടെ 1 കിലോ ചിക്കന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പെരുംജീരകമാണ് കേട്ടോ. വലിയ ജീരകം ഉണ്ടല്ലോ പൊടിച്ചത്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളെ കയ്യിൽ കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ അതിന് പകരം ഇവിടെ കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒന്നുകിൽ കാശ്മീരി മുളക് അല്ലെങ്കിൽ കളർ നിർബന്ധമാണ് കേട്ടോ. ഇനി ഞാൻ കുറച്ച് ചില്ലി ഫ്ലക്സ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അത് ഉണ്ടെങ്കിൽ ചേർത്തെടുത്താൽ മതി. ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇട്ടുകൊടുത്തതേ ഉള്ളൂ കേട്ടോ. ഇനി ഇതാ ഞാനിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് ഒരു 1.5 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂണ് പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പുട്ടുപൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അതൊരു 1/4 കപ്പിലും കുറച്ചും കൂടി കൂടുതലുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അതിന് ശേഷം ഞാനതിലേക്ക് കുറച്ച് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കയ്യിൽ കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും കൂടെ നന്നാവുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കാശ്മീരി ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ കളറാണ്, രണ്ടിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഞാൻ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ അടിയിൽ വെള്ളമുണ്ട്, പിന്നെ വെള്ളം അല്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾ. അപ്പോൾ ഞാനത് അവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു അടിപൊളി ചിക്കൻ പൊരിച്ചതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാനത് ഇവിടെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ അതാ ഞാൻ ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് കുറച്ച് സുർക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സുർക്ക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തൈര് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്ത് ഞാൻ വീണ്ടും നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സാക്കിയതിന് ശേഷം ഞാൻ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു 2 മണിക്കൂർ, ഫ്രീസറിലാണെങ്കിൽ 1 മണിക്കൂർ മതി കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ എണ്ണ ചൂടായിട്ടുണ്ട്, ചട്ടിയിലിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കൻ എങ്ങനെയാണ് ഫ്രൈ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം ലോ ഫ്ലെയിമിലിടുക. കാരണം നമ്മൾ മസാലകളൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ലോ ഫ്ലെയിമിലിട്ടാണ് വേവിക്കേണ്ടത്. നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ചിക്കന്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതെന്ത് ചെയ്യണം, ഇതൊന്ന് കുറച്ചൊന്ന് ആ ഒരു സോഫ്റ്റ് ഒന്ന് കുറച്ചൊന്ന് മാറിയിട്ട് ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടണം. അതുവരെ നമ്മൾ എന്ത് ചെയ്യുക, ലോ ഫ്ലെയിമിലിട്ടിട്ട് ലോ ആൻഡ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ ചട്ടിയിലേക്ക് ഇട്ട് പെട്ടെന്ന് തന്നെ ഇളക്കാൻ പാടില്ല കേട്ടോ. കാരണം മസാല ഒക്കെ അതിൽ പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം കാണുമ്പോൾ നമുക്ക് തോന്നും ഇതിൽ മസാല ഒക്കെ എണ്ണയിൽ പിന്നെ ആയിപ്പോയല്ലോ എന്നൊക്കെ തോന്നും. അത് പക്ഷേ അങ്ങനെയല്ല കേട്ടോ. കുറച്ച് കഴിയുമ്പം അത് നന്നായിട്ട് തന്നെ മസാല ഇതിൽ പിടിച്ചിട്ട് വരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ 2-3 മണിക്കൂർ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല ക്രിസ്പി ആകുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു അടിപൊളി, എത്ര കഴിച്ചാലും പൂതി മാറാത്തൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.